ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പ്രൊമോ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. വന്ന് നമുക്ക് നാളെ കാണാം എന്താ സംഭവിക്കുന്നത്, ആരാണ് എവിക്റ്റ് ആകുന്നതെന്ന് ഒക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പം എവിക്റ്റ് ആകാനുള്ള ആൾക്കാരെയൊക്കെ ലാലേട്ടൻ വന്ന് എണീപ്പിച്ച് നിർത്തി പറയുന്നുണ്ട്. ഇതിൽ ഞാനൊരു ക്ലൂ തരാം, അയാൾക്ക് വേണമെങ്കിൽ പോവാം എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. ലാലേട്ടനും പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. എനിക്കും ഞാനും എന്താ പറയുന്നത്, വെയിറ്റ് ചെയ്യുകയാണ് ആരെയാണ് പിന്നെ ഫൈനലിലേക്ക് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നെവിനാണെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഞാനുണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഒരു രീതിയിലാണ് ലാലേട്ടനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ ആദിലയ്ക്ക് ശരിക്കും എന്താ പറയുന്നത്, കിളി പോയ ഒരു നിപ്പാണ് ആദില നിൽക്കുന്നത്. ചിലപ്പം ആദിലയാവാം ഈ ഒരു ഇതിൽ എവിക്റ്റ് ആകാൻ പോകുന്നത്. അതോ നമുക്കറിയത്തില്ല അക്ബറിനാണോ അടുത്ത ചാൻസ് എന്ന്. അക്ബർ ശരിക്കും ഈ പ്രൊമോയിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഏതാണ്ട് മനസ്സിലായി ആരാ പോകുന്നതെന്ന്, പക്ഷേ നമ്മുടെ പ്രൊമോയ്ക്കകത്തത് പുറത്ത് വിട്ടിട്ടില്ല. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും. അക്ബറാണോ ആദിലയാണോ അതോ ഷാനവാസിക്കയാണോ? ഷാനവാസിക്ക ആണെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഭയങ്കര അതിശയമായ പോലെ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് മുഖത്ത് കൈയും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പുള്ളി അയ്യോ ഇങ്ങനെ ആയിപ്പോയോ എന്നൊരു ഭാവത്തിൽ. പക്ഷെ അനു ശരിക്കും ഞെട്ടി വിറച്ച് ഇങ്ങനെ ഒരു ഇടതുവശത്തേക്ക് നോക്കി നിൽപ്പുണ്ട്. നമുക്കറിയത്തില്ല ആരാണോ, അത് അനുവിൻ്റെ പേരാണോ, അനീഷിൻ്റെ പേരാണോ, സാബുമോനാണോ, അത് നമ്മുടെ ആദിലയാണോ, ആരാണെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും സാബുമോൻ ശരിക്കും ഞെട്ടിത്തെറിച്ച് നിൽപ്പുണ്ട്. സാബുമോനാണ് ഈ പ്രാവശ്യത്തെ ഈ എവിക്ഷനിൽ പുറത്തായത് എന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാണാം സാബുമോനാണോ ആദിലയാണോ എന്ന്. അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡിനെ കാത്തിരിക്കാം കേട്ടോ.